നമസ്കാരം. നാം ഇന്ന് സന്ദർശിക്കുന്നത് ഇന്ത്യയുടെ ബാംഗ്ലാദേശ് സൗഹൃദ അതിർത്തിയായ ഡൗക്കി ബോർഡറാണ്. മേഘാലയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ നിന്ന് 94 കിലോമീറ്റർ യാത്ര ചെയ്ത് ഏതാണ്ട് 3 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ബാംഗ്ലാദേശിൻ്റെ ഡൗക്കി ബോർഡറിൽ എത്തിച്ചേരാൻ. ഈ ഇടുങ്ങിയ പാലം കടന്നു വേണം വാഹനങ്ങൾക്കും ചരക്ക് ലോറികൾക്കും ബാംഗ്ലാദേശിലേക്ക് പ്രവേശിക്കാൻ. നാം ഈ ഇടുങ്ങിയ പാലത്തിലൂടെ കടന്ന് മറുഭാഗത്ത് എത്തിച്ചേർന്നാൽ കേവലം 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ബാംഗ്ലാദേശിൻ്റെ ഡൗക്കി ബോർഡർ എത്തിച്ചേരും. ഇന്ത്യയിൽ നിന്ന് വ്യാപകമായി ക്വാറികൾ പാറ പൊട്ടിച്ച് ബാംഗ്ലാദേശിലേക്ക് ലോറികളിലൂടെ കടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ബാംഗ്ലാദേശിലെ ഫ്രഞ്ച് ഭീമൻ സിമൻറ്റ് കമ്പനിയായ ലാഫാർജിന് വേണ്ടി വ്യാപകമായി മേഘാലയയിലെ ചുണ്ണാമ്പ് കല്ല് ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേഘാലയയിലെ പല മനോഹര ഗ്രാമങ്ങളും ഓരോ ദിവസവും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ബാംഗ്ലാദേശിലെ ചാറ്റക്കിൽ സ്ഥിതി ചെയ്യുന്ന ലാഫാർജ് ഉമിയം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫ്രഞ്ച് ഭീമൻ കമ്പനിയുടെ സിമൻറ്റ് നിർമ്മാണത്തിന് വേണ്ടിയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രകൃതി മനോഹര പ്രദേശങ്ങൾ നശിപ്പിച്ചുകൊണ്ട് വ്യാപകമായി ഇത്തരത്തിലുള്ള ചുണ്ണാമ്പ് കല്ലും ഭീമൻ പാറക്കല്ലുകളും കരിങ്കല്ലുകളും ഖനനം ചെയ്ത് ബാംഗ്ലാദേശിലേക്ക് കടത്തുന്നത്. സിമൻറ്റ് കമ്പനിക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമല്ലാത്ത ബാംഗ്ലാദേശിൽ വൻകിട കമ്പനി നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ചുണ്ണാമ്പ് കല്ലും കരിങ്കല്ലുകളും എത്തിച്ചു കൊടുക്കണം. ഇതാ നാം പതുക്കെ ബാംഗ്ലാദേശിലേക്കുള്ള പാതയിലാണ്. ഇന്ത്യയുടെ അവസാനത്തെ ബോർഡാണ്, ഇന്ത്യയിലേക്കുള്ള സ്വാഗത ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിന് ചുവട്ടിലൂടെ നമ്മുടെ പട്ടാളക്കാർ ഇവിടെയാണ് കാവലിരിക്കുന്നത്. പുറകെ മുന്നോട്ട് പോയാൽ ഈ റോഡിലൂടെ പതുക്കെ നടന്ന് മറുഭാഗത്ത് ബാംഗ്ലാദേശിൻ്റെ സ്വാഗത ബോർഡ് പതുക്കെ ദൃശ്യമാവുന്നുണ്ട്. അവിടെ ബാംഗ്ലാദേശികൾ കൂട്ടം കൂടി മറുഭാഗത്ത് നിൽക്കുന്നതും കാണാം. ഇപ്പുറയുള്ളത് നമ്മുടെ ഇന്ത്യക്കാരാണ്, മറുഭാഗത്ത് ബാംഗ്ലാദേശികളെ കാണാം. ഞാൻ അങ്ങോട്ട് നടന്ന് സമീപത്ത് നമ്മുടെ ഇന്ത്യക്കാർ, നമ്മുടെ പട്ടാളക്കാർ ഈ ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ബാംഗ്ലാദേശിൻ്റെ പതാക കാണാം. വലിയ ആർപ്പ് വിളികളോ ബഹളമോ ഒന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. വളരെ സൗഹൃദമായി പരസ്പരം സംസാരിക്കുന്നു. ഇന്ത്യക്കാരും ബാംഗ്ലാദേശികളും പരസ്പരം സംസാരിക്കുന്നു. ബാംഗ്ലാദേശ് പട്ടാളക്കാരാണ്. അവർ വളരെ സൗഹൃദത്തോടു കൂടിയിട്ടാണ് അവരും ഇടപെടുന്നത്. ഒരു ബാംഗ്ലാദേശ് പൗരനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നത്. ആളുകൾക്ക് സ്വതന്ത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ബോർഡ് അവിടെയാണ്, ബാംഗ്ലാദേശിൻ്റെ സ്വാഗത ബോർഡ്. ഇതൊക്കെ ബാംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളാണ്. നമുക്ക് അവരോട് സംസാരിക്കാം. അവർക്ക് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് നോക്കാം. നാം ക്യാ ഹൈ? मुस्तफिजुर रहमान. हफीजुर रहमान. तुम्हारा किधर से है? हम केरला से. केरला? या मेरा बहुत दोस्त है केरला. हाँ. अच्छा. बहुत दूर. नाम क्या है? भाई के साथ. अपना आइए. बांग्लादेश में किधर है? नौखाली विलेज. नौखाली में बहुत प्रॉब्लम हुआ था इंडिपेंडेंस के टाइम. 1947 में नौखाली में गांधी ने आया था, महात्मा गांधी ने आया. नौखाली में एक जगह है. आप लोग नौखाली गांव में? हाँ, महात्मा गांधी ने आया था. अभी तक है उधर. गांधी का जो जगह वो अलग करके रखा उधर है. ओ नौखाली में हर लोग, नौखाली में अभी हिंदू लोग भी है. बहुत है. हर लोग कितना परसेंट? 10% हिंदू भी है. वो टेम्पल भी है. सभी है. और हर लोग फ्रेंडशिप में है. फ्रेंडशिप उधर ये इंडिया जो मीडिया में जो करता है ना, वो कोई नहीं है, सही नहीं है. या ईद के लिए हिंदू लोग आप लोगों के घर में मेरा घर ये मुस्लिम, ये हिंदू एक साथ में, एक साथ अच्छी तरह रहते कोई बात नहीं है. एक साथ में बैठे खाता है. मेरा घर में वो आता है, मैं उसका घर में जाता है. अच्छा, कोई प्रॉब्लम नहीं है. ये सब मीडिया का बात है. अच्छा, थैंक यू. जी का नाम क्या है? ओके. क्या पढ़ता है? सामने मार्केट यही है. यही जगह का नाम क्या है? यही जगह का नाम क्या है? ये जाफलंग बोलते हैं. जाफरान. अच्छा. जाफलंग. ओके. वही लोग बांग्लादेश से. नाम क्या है? राजू. मैं सलीम, केरला से. या किधर जाता है? Where are you living there in Bangladesh? Which district you are living? कुमिल्ला बिट्टूरिया. उमिला ब्रिटिश. अच्छा, सब ठीक रूप से रहते हैं.
कोई प्रॉब्लम नहीं अभी, सब ठीक है। उधर सब लोग हिंदू मुसलमान सब ठीक है, कोई दिक्कत नहीं, कोई भाई भाई है, भाई है, नाम राजीव है। अच्छा अच्छा अच्छा, താങ്ക് യു। കൂടുതൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.